നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ന്യൂനപക്ഷ ഏകീകരണം എന്ന വാർത്തയായിരുന്നു. മണ്ഡല പുനർനിർണയത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം എന്നതാണ് സംശയം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കും. സംസ്ഥാനങ്ങളുമായി സമവായത്തിൽ എത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്നും ഇത് ആശങ്കാജനകമെന്നും മുഖ്യമന്ത്രി എം.ജി. പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഈ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. രാവിലെയാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുന്നത്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ, അതിന്റെ ഫെഡറലിസത്തെ, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിർണയാവകാശത്തെ ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റം എന്ന നിലയ്ക്ക് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ അണിനിരക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മധു, തീർച്ചയായും. കാരണം വനിതാ സംവരണത്തിന് മുന്നോടിയായുള്ള മണ്ഡല പുനർനിർണയത്തെ അതിരൂക്ഷമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനം എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഈ ബില്ലുകളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനങ്ങളുടെ തുല്യനീതിയെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഉള്ള ഒരു നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നതാണ് നിലവിൽ പിണറായി വിജയൻ ഒരു പ്രസ്താവനയിലൂടെ കൂടി അറിയിച്ചിരിക്കുന്നത്. ഈ ബില്ലുമായി മുന്നോട്ട് പോയാൽ അത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുമെന്നതാണ് പിണറായി വിജയൻ പറയുന്നത്. സംസ്ഥാനങ്ങളുമായി സമവായത്തിൽ എത്താതെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയാധിപത്യം ലോക്സഭാ സീറ്റുകളാക്കി അധികാരം ദീർഘകാലത്തേക്ക് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ലക്ഷ്യമിടുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള അനുപാതമില്ലാതെയായി പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ ചില മാറ്റങ്ങളിലൂടെ പരിഷ്കരിച്ച നിലപാടിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. 50 വർഷക്കാലത്തോളം അത് തുടരുന്ന ഒന്നായിരുന്നു. ശരിയാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും അത് കാലാകാലങ്ങളായി റദ്ദു ചെയ്യപ്പെട്ടു പോകുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തരത്തിൽ ചില സ്റ്റേറ്റുകളുടെ നിർണയാവകാശത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ 20 MP-മാരാണുള്ളത്. അത് ആ അനുപാത വർധനവല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ MP-മാരുടെ എണ്ണമടക്കം വർദ്ധിക്കുന്നതിലുണ്ടാകുന്നത് എന്നതാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. എം.ജി. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്